മാരിയിൽ കൃഷ്ണൻ നായർ 1939 ജനനം, 2018 മരണം, 78 വയസ്സായിരുന്നു. 1959 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി ബാംഗ്ലൂരിൽ ജോലിയിൽ പ്രവേശിച്ചു. അന്നാളുകളിൽ HALൻ്റെ ജീവനക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ നേതാവായി ആ കമ്പനിയിൽ പ്രവർത്തിച്ച് തൻ്റെ നേതൃപാടവം തെളിയിച്ചു. 1971 ശ്രീമതി വിജയകുമാരിയെ വിവാഹം കഴിച്ചു. 1983 തൻ്റെ പിതാവിൻ്റെ ആരോഗ്യം മോശമായപ്പോൾ ജന്മനാടായ തൊടുപുഴയിലേക്ക് HALൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം 1984 തൻ്റെ സഹോദരൻ ദത്തനുമായി ചേർന്ന് മാസ് ഫ്ലൈവുഡ് എന്ന വ്യാപാര സ്ഥാപനം തൊടുപുഴയിൽ തുടങ്ങിയുണ്ടായി. അന്നു മുതൽ സംഘടനാ രംഗത്ത് വ്യാപാര വ്യവസായ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നതിനും ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലെല്ലാം സഞ്ചരിച്ച് സാധാരണക്കാരായ വ്യാപാരികളുടെ പ്രശ്നങ്ങളെ പഠിക്കുന്നതിനും അവനെ ചേർത്ത് നിർത്തി സംഘടനയെ ബലപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള അഹോരാത്രമായ പണിപ്പുരയിൽ അദ്ദേഹം ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിച്ചു. അങ്ങനെ സംഘടനയുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ അധ്യക്ഷനായി. പകരക്കാരനില്ലാത്ത അമരക്കാരനായി മരണം വരെ ഈ സംഘടനയ്ക്ക് ബഹുമാന്യനായ ശ്രീ മാരിയിൽ കൃഷ്ണൻ നായർ നേതൃത്വം നൽകി. സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് ഓഫീസറായി റിട്ടയർ ചെയ്ത വിജയകുമാരിയാണ് ഭാര്യ. ഏക മകൾ അനിത കെ നായർ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു. മരുമകൻ KSEBയിൽ ഉദ്യോഗസ്ഥനാണ്. മാരിയിൽ കൃഷ്ണൻ നായർ എന്ന ബഹുമാന്യനായ വ്യാപാരി സമൂഹത്തിൻ്റെ നേതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളിലേക്കും നിരവധി ആളുകളും അവരുടെ പ്രവർത്തനങ്ങളും അദ്ദേഹവും ഒന്നിച്ചുണ്ടായിരുന്ന ദിനങ്ങളെ സംബന്ധിച്ചും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ആ സ്മരണയിലേക്ക് കിടക്കാം. കച്ചവടക്കാരന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ഇല്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞു. കടകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് തീവ്രവാദപരമാണെന്നും കൃഷ്ണൻ നായർ കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ കാണുന്നവരാണ് എന്നൊക്കെ പുറത്ത് പ്രസംഗിക്കുന്ന ആളുകൾ ഈ വ്യാപാര സമൂഹത്തിന്റെ പ്രതിനിധി എടുത്തു നോക്ക്. അവന്റെ കടയിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും രാഷ്ട്രീയമുള്ളവനായാലും കൊള്ളാം, ഇല്ലാത്തവനായാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, വെള്ളയുടുപ്പിട്ടവനായാലും കൊള്ളാം, കറുത്തയുടുപ്പിട്ടവനായാലും കൊള്ളാം, എല്ലാവരോടും ഒരു ബന്ധം സ്ഥാപിച്ച് അവനെ നാളെയും എന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക താല്പര്യമുള്ള ഏത് തൊഴിൽ ഭാഗത്തിലുള്ള ആളാണുള്ളത്. അദ്ദേഹത്തോടൊപ്പം ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ ട്രഷററായിട്ടും പ്രവർത്തിക്കാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി വിലയിരുത്തുമ്പോൾ കച്ചവടക്കാരുടെ ജീവിതം സ്വപ്നം കണ്ട ഒരു വ്യക്തി, കച്ചവടക്കാർക്ക് വേണ്ടി എന്നും പഠിക്കുകയും അവർക്കെതിരെ വരുന്ന നിയമങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കേണ്ടവർക്ക് അവതരിപ്പിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും എന്നും പ്രഭാതം മുതൽ പ്രദോഷം വരെ കച്ചവടക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് എപ്പോഴും പഠിക്കുകയും അതിനെതിരെ തൂലിക ചലിപ്പിക്കുകയും ചെയ്ത സമ്പന്നനായ നേതാവ് ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. മാസ് ഫ്ലൈവുഡ് ഞാനും എൻ്റെ സഹോദരനായ മാരിയിൽ കൃഷ്ണൻ നായരും കൂടി 1984 തുടങ്ങിയതാണ്. പുള്ളി ബാംഗ്ലൂരിൽ HAL ജോലി റിസൈൻ ചെയ്ത് വന്ന് പ്രായമായ അച്ഛനും അമ്മയും ഇവിടെ കൂടെ താമസിക്കുകയും ഞാൻ കോൺട്രാക്ട് വർക്കായിട്ട് തൊടുപുഴയിൽ ഉള്ള കാലത്ത് 84 ആണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. തുടങ്ങി പുള്ളി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലുമൊക്കെ സജീവമായിട്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ആണ്. പുള്ളിയുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തത് AK ഗോപാലിനാണ് മാല എടുത്തു കൊടുത്തത്. EMSും അന്നത്തെ കാലത്തുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും പുള്ളിയുടെ കല്യാണത്തിന് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു.
അത് ലളിതമായ രീതിയിലുള്ള ഒരു ചടങ്ങായിരുന്നു അന്ന് നടന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടുന്നൊക്കെ റിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഈ പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു വേദി കണ്ടുപിടിച്ചത് ഈ സംഘടന, വ്യാപാരി വ്യവസായിയുടെ ഒരു സംഘടന രീതിയിലേക്കാണ് പുള്ളി കണ്ടുപിടിച്ചത്. പിന്നെ അതിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൽ പുള്ളി ഉൾക്കൊള്ളുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പുള്ളിയുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വരെ ഉള്ളൊരു സ്റ്റേജ് വരെ പുള്ളി എത്തി. അതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പുള്ളി ഒഴിഞ്ഞിങ്ങനെ നടക്കുവാണ്. വേറെ കടയോ വേറെ ഭാര്യയോ സഹോദരനോ എന്നുള്ള ഇതില്ലാതെ തന്നെ പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരിക്കുന്നത് വരെ പുള്ളി അതിന്റെ പ്രവർത്തന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ശ്രീ മാരിയൽ കൃഷ്ണൻ നായർ അവറുകൾ കേരളത്തിന്റെ വ്യാപാര മണ്ഡലത്തിൽ സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മറ്റ് പലർക്കുമില്ലാത്ത നിരവധിയായ സവിശേഷതകളുടെ ഒരു കൂടാരമായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നവർക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്കും ഒരു മഹാപ്രതിഭാസം എന്നുള്ള നിലയിലാണ് ആ വ്യക്തിയെ കാണുവാൻ കഴിയുകയുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി. രണ്ട്, അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം. മൂന്ന്, അദ്ദേഹം ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ തത്വങ്ങളെയും മൂല്യങ്ങളെയും ബലി കഴിക്കാതെ വളരെ സംഘടനാപരമായ തത്വങ്ങളെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ആ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭാരം വരുത്താതെ ലളിതമായിട്ട് സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, ഇങ്ങനെ നിരവധിയായ സവിശേഷതകൾ ശ്രീ മാരിയൽ കൃഷ്ണൻ നായരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ദർശിക്കാൻ ആവുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം നീക്കിവെച്ച ഒരു മഹത് വ്യക്തിയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ യശസ്വരനായ മാരിയൽ കൃഷ്ണനാര്യട്ടൻ. കൃഷ്ണനാര്യട്ടന്റെ കൈപിടിച്ചാണ് ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ എന്ന് പറയുമ്പം ഇന്ന സ്ഥലത്തു നിന്നില്ല, ഇന്ത്യ മുഴുവൻ ഒട്ടാകെയുള്ള വ്യാപാര മണ്ഡലിന്റെ മുഖ്യ പ്രവർത്തകനായും അതിലെ ഭാരവാഹിയായിട്ടും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ച മാരിയൽ കൃഷ്ണനായരുടെ അനുസ്മരണ ഓർക്കുന്ന ഈ ദിവസം അദ്ദേഹം HIL നിന്ന് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തൊടുപുഴയിൽ വരികയും മാസ് പ്ലൈവുഡ് എന്ന സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് മറ്റ് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. വ്യാപാര രംഗത്ത് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥര് മറ്റ് മേഖലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കിരാത പീഡനങ്ങളിൽ നിന്ന് വ്യാപാരികളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് വേണ്ടി അഗോത്രം നേതൃത്വം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം സാമ്പത്തിക സുതാര്യത നിലനിർത്തിയിരുന്നു. എല്ലാവരെയും ഒരേ നിലവാരത്തിൽ കാണാൻ, നന്നായി സംഘടനയുമായി മറ്റുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം ഈ ഒരേപോലെ എല്ലാ വ്യക്തികളെയും കണ്ടുകൊണ്ട് അത് ചലിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. വിമർശനങ്ങളെ ഏറ്റുവാങ്ങുവാൻ തയ്യാറില്ലാത്ത നേതാക്കന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വിമർശനാതീതമായിട്ട് കാര്യങ്ങളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലുപരിയായി ആശയ സംവാദത്തിലൂടെയും വായനയിലൂടെയും എഴുത്തിലൂടെയും ആർജിച്ചെടുത്ത ആ പരിണിത പ്രജ്ഞത അത് ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു ഗതികേട് വ്യാപാര സമൂഹത്തിനോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ നമുക്കറിയാം, വിമർശിക്കുന്നവരെ മാറ്റി നിർത്തുന്ന ഒരു ഗതികേടിന്റെ കാലഘട്ടം. അതിലപ്പുറമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവണതയുടെ വലിയ രീതിയിലുള്ള വർദ്ധിച്ചു വരുന്ന ഒരു കുത്തൊഴുക്ക്, ഇതെല്ലാം ശ്രീ മാരിയൽ കൃഷ്ണൻ നായരും അദ്ദേഹത്തിന്റെ വ്യാപാര മേഖലയിലും സാമൂഹ്യ മേഖലയിലുമുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വലിയ ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ പരമമായ ശ്രേഷ്ഠതയിലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ത്യാഗോജ്ജലമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. സ്വന്തം ഭവനം വെള്ളത്തിൽ ജലപ്രളയത്തിൽ മുങ്ങുന്ന സാഹചര്യത്തിലും
തന്റെ സുഹൃത്തുക്കളെ ഭവനത്തിലെ രക്ഷ ഏൽപ്പിച്ചുകൊണ്ട് അടിയന്തരമായി നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് കടന്നുപോയ ആ മനുഷ്യന്റെ ആത്മാർത്ഥ പ്രവർത്തനത്തെ പറ്റി ഇന്നത്തെ ജനതയ്ക്ക് സ്വപ്നം കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ആത്മാർത്ഥം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതുപോലെ തന്നെ അധികാരികളുടെ മുന്നിൽ നിന്ന് ഒട്ടും മുട്ടുമടക്കാതെ കച്ചവടക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സധൈര്യം പോരാടിയ മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹം ഓരോ പ്രശ്നങ്ങളെ പറ്റിയും അതറിയാവുന്ന കച്ചവടക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ളവരുടെ നിന്ന് ആശയസമന്വയം നടത്തി അതിൽ ശരി കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതവും അതുപോലെ തന്നെ ആദർശപൂർണവുമായ പ്രവർത്തനങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം നൽകുന്നതാണ്. ഞങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാര്യയായി 47 വർഷക്കാലത്തോളം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പ്രവർത്തന ശൈലിയിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ്. നേതാവ് എന്നുള്ള നിലയിൽ, ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിലെ ചെയർമാൻ എന്നുള്ള നിലയിലൊക്കെ നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഇടപെടലുകൾ വളരെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും തർക്കവിതർക്കങ്ങൾക്ക് അതീതമായിട്ട് മറ്റ് ആളുകൾ കൂടിയാലോചന നടത്തി കൊണ്ടുവരുന്ന ഇക്വേഷനുകൾക്ക് തുല്യമായിട്ട് ഉള്ള കാര്യങ്ങളായി പരിണതഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് അത്രയധികം കാർക്കശ്യത്തോടു കൂടി കാര്യങ്ങളെ ഹൃദ്യസ്ഥമാക്കി വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠനവിധേയമാക്കി നോട്ടുണ്ടാക്കി വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്കും സമൂഹത്തിന്റെ പൊതു പ്രശ്നങ്ങൾക്കും വേണ്ടി നിലനിന്നിരുന്ന അദ്ദേഹം മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഒരു തെറ്റുകുറ്റങ്ങളില്ലാത്ത ആശയങ്ങളെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവായി കാണേണ്ടിയിരിക്കുന്നു. ഈ കച്ചവടക്കാരനെ ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ഇവിടെ വേട്ടയാടപ്പെടുന്നതിനെതിരെ മനസാക്ഷി ഉണരണ്ടേ? ഇവിടുത്തെ ജനങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണ്ടേ? കാരണം അങ്ങനെ പറയാത്തത് കൊണ്ട് അക്രമങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഞാൻ പല ആളുകളുമായി ഈ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇത് RSSുമായി ബന്ധപ്പെട്ടതല്ല, ഇത് ക്രിസ്ത്യൻ മതവിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല, ഇത് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല. ഇതിന് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പേര് തീവ്രവാദം എന്നാണ്. എന്തെടുത്താലും ഇപ്പോഴത്തെ ഒരു പുതിയ നിഘണ്ടുവിലെ ഒരു നിർവചനമാണ് തീവ്രവാദം. അവനെ ഉടനെ തീവ്രവാദിയായിട്ട് മുദ്ര കുത്തുന്നു. ഇപ്പോൾ ഈ ആളുകളും പറയുന്നതാ, അവരെല്ലാം കുറെ തീവ്രവാദികളാ. അപ്പൊ ഈ തീവ്രവാദികളുടെ തെറ്റായ നടപടികൾക്ക് വിരാമമിടുവാൻ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ജനസമൂഹം ഇവിടെ അതിനെതിരായി ശബ്ദിക്കുന്നുണ്ടോ?